മലപ്പുറത്ത് ബോട്ടിൽ കപ്പലിടിച്ച് 2 മത്സ്യത്തൊഴിലാളികളെ കാണാതായി എന്നൊരു വാർത്ത വരുന്നു. പൊന്നാനിയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ബോട്ടിലാണ് കപ്പലിടിച്ചത്. പൊന്നാനി സ്വദേശികളായ സലാം, ഗഫൂർ എന്നിവരെയാണ് കാണാതായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. മുബഷീർ നൽകും കൂടുതൽ വിവരങ്ങൾ. മുബഷീർ, എപ്പോഴായിരുന്നു സംഭവം? ഇവരെ കണ്ടെത്താൻ വേണ്ടി കോസ്റ്റ് ഗാർഡ് അടക്കമുള്ള സംഘങ്ങളൊക്കെ പുറപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായും അരുൺകുമാർ, ഇന്ന് പുലർച്ചെ 1 മണിയോട് കൂടിയായിരുന്നു ഒരു സംഭവം ഉണ്ടായത്. പൊന്നാനിയിൽ സ്വദേശിയായ നൈനാരുടെ ഇസ്ലാഹ് എന്ന് പറയുന്ന മത്സ്യബന്ധന ബോട്ടാണ് ഈ വിധത്തിൽ അപകടത്തിൽപ്പെട്ടത്. പുലർച്ചെ 2 മണിയോടുകൂടി പൊന്നാനി മനക്കുന്ന് അതുപോലെ തന്നെ പാലപ്പെട്ടി ഭാഗത്ത് വെച്ചാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. മറ്റൊരു ചരക്കു കപ്പലുമായി ഇടിച്ചാണ് അപകടം ഉണ്ടായതെന്നാണ് മത്സ്യത്തൊഴിലാളികളുമായി നമുക്ക് സംസാരിക്കുമ്പോൾ ലഭിക്കുന്ന വിവരം. ഈ ഒരു ഇസ്ലാഹ് ബോട്ടിൽ 6 പേരാണ് ഉണ്ടായിരുന്നത്. പൊന്നാനി മേഖലയിലെ മത്സ്യത്തൊഴിലാളികളാണ്. ഇതിൽ 4 പേര് ആ ഒരു ഘട്ടത്തിൽ തന്നെ ചരക്ക് കപ്പലുണ്ടായിരുന്ന ആളുകൾ ആ ഒരു ഘട്ടത്തിൽ തന്നെ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുക. 2 പേരെയാണ് നിലവിൽ കാണാതായിരിക്കുന്നത്. പൊന്നാനി സ്വദേശികളായ ഗഫൂറിനെയും അതുപോലെ തന്നെ സലാമിനെയുമാണ് ഈ ഒരു മത്സ്യബന്ധന ബോട്ടിൽ നിന്നും കാണാതായിരിക്കുന്നത്. ചെറിയ ചാറ്റൽ മഴയുണ്ടായിരുന്നു. ആ ഒരു സമയമായതുകൊണ്ട് തന്നെ ഈ ഒരു ചരക്ക് കപ്പൽ അതുമായി ബന്ധപ്പെട്ട് നിയന്ത്രണം നടത്തിയിരുന്ന ആളുകൾക്ക് ഈ ഒരു ചെറിയ ബോട്ടിനെ കാണാത്തതാണോ അപകടത്തിന് കാരണമെന്നുൾപ്പെടെയുള്ള കാര്യം പരിശോധിച്ചു വരികയാണെന്നാണ് കോസ്റ്റൽ പോലീസും ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. കാണാതായ 2 മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ഊർജിതമായ തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. അപകടത്തിൽ ഈ ഒരു ഇസ്ലാഹ് ബോട്ട് പൂർണ്ണമായും തകർന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് സാഗർ യുവരാജ് എന്നു പേരുള്ള ഒരു ചരക്ക് കപ്പലാണ് ഇടിച്ചിരിക്കുന്നത്. അത് ഏത് കമ്പനിയുടെ ബോട്ടാണെന്ന കാര്യത്തിലൊക്കെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എന്തായാലും 2 പേരെ കാണാതായ പശ്ചാത്തലത്തിൽ വിശദമായൊരു പരിശോധന, ഊർജിതമായൊരു തിരച്ചിൽ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചാറ്റൽ മഴയാണ് ഈ ഒരു ഇത്തരത്തിലുള്ള തിരച്ചിലിന് തിരിച്ചടിയാകുന്നതെന്നാണ് മത്സ്യബന്ധന തൊഴിലാളികളും ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു പൊന്നാനി തീരത്തു നിന്നും ഇസ്ലാഹ് ബോട്ട് 6 പേരുമായി മത്സ്യബന്ധനത്തിനായി ഉൾക്കടലിലേക്ക് പോയത്. ഇന്ന് പുലർച്ചെ തിരിച്ചു വരാനിരിക്കെയാണ് ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. മറ്റു 4 പേരെ ഈ ഒരു കപ്പലിലുണ്ടായിരുന്ന വ്യക്തികൾ തന്നെയാണ് രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. സലാമിനും ഗഫൂറിനും വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും ഊർജിതമായി തുടരുകയാണ്. ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം പ്രകാരം ഇതിൽ ഗഫൂറിനെ കണ്ടെത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോസ്റ്റൽ പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ടത്. മത്സ്യത്തൊഴിലാളികളുമായി സംസാരിക്കുമ്പോഴാണ് നമുക്ക് ഒരു വിവരം ലഭിക്കുന്നത്. എന്തായാലും അവരെ 2 പേരെ കണ്ടെത്താനുള്ള ഊർജിതമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇസ്ലാഹ് ബോട്ട് ഒരു അപകടത്തിൽ പൂർണ്ണമായും തകർന്നിട്ടുമുണ്ട്. അരുൺകുമാർ. ഓക്കേ.